തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി മരണം മൂലം മരണത്തെ വിജയിച്ചവനാം കർത്താവേ, നിൻ തിരുനാമം ചിരകാലം വാഴ്ത്തിപ്പാടി നമിക്കുന്നു. നാഥ, നിന്നിൽ മരിച്ചാലും ജീവിച്ചിടും കൊന്നു നീ. നിൻ തിരു രക്തശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും വാഗ്ദാനം നരനേകിനി സ്വർഗം നേരിടും ഒരു നാളിൽ. മരണമടഞ്ഞവരെല്ലാരും നിന്നിൽ ജീവൻ പുണരട്ടെ. അവരുടെ സ്മരണയുണർത്തിടുമീ ബലിയിൽ ചേർന്നവരെല്ലാരും കൃപയാൽ എന്നും നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആശ്രയാചരിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും കരുണയോടെ നിർത്തണമേ നല്ലവരത്തോലമ്പാലേ. ആശ്രയിച്ചു കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾ പ്രധാനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂതലവും താവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവനായ നീ എന്തുകൊണ്ടെന്നാൽ പാവമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. ഈ ഇസ്രായേൽ കുടുംബക്കാർ നമ്മുടെ കോലപ്പള്ളി കുടുംബത്തിലെ ആദ്യത്തെ ചരിത്രമായി പറഞ്ഞാൽ ആദ്യ കാരണവരായിരുന്ന ഔസേപ്പിൻ്റെ 5 മക്കളിൽ ഒരാൾ കോലപ്പള്ളി തറവാട്ടിലും ഒരാൾ കോട്ടിരിക്കലും
ഒരാൾ വള്ളിയിലും ഒരാൾ കിഴക്കിനടുത്തും താമസിച്ചു, ഒരാൾ അച്ഛനുമായിരുന്നു. യോഗ അധ്യക്ഷൻ റവറന്റ് ഫാദർ ജോസഫ് നാട്ടുനിലം അവരുടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യൻ, ഈ ചെറയിൽ കുടുംബത്തിൽ വെച്ച്, ഈ വീട്ടിൽ വെച്ച് ഈ വാർഷികയോഗം നടക്കുമ്പോൾ ഇതിൽ സംബന്ധിക്കുന്നത് വളരെ സന്തോഷകരമാണ്. ഒന്ന് രണ്ട് കാരണങ്ങൾ. ഒന്ന്, നമ്മുടെ കുടുംബത്തിൽ പെട്ട, ചെറയിൽ ബ്രാഞ്ചിൽപ്പെട്ട ഒരാളാണ് ഷെവലിയർ അഗസ്റ്റിൻ ചെറയിൽ. അദ്ദേഹം ഇവിടെ അല്ലായിരുന്നു, മലയായിലായിരുന്നു. 1985 അദ്ദേഹത്തിന് ഷെവലിയർ സ്ഥാനം ലഭിച്ചു. ആ കുടുംബയോഗത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ആണ്ടിലൊരിക്കൽ കൂടുമ്പോൾ ആകാവുന്നിടത്തോളം നമ്മുടെ സഹോദരങ്ങളെ വിളിച്ചുകൂടാൻ എല്ലാവരും ഒന്നുകൂടി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക മാത്രം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. തീർച്ചയായും പോയ കാലങ്ങളിൽ സമൃദ്ധമായ ആധ്യാത്മികത മാത്രം കൈമുതലായി നടന്ന വീട്ടമ്മമാരും നമ്മളുടെ പോയ കാലങ്ങളിലെ പിതാക്കന്മാരും ഒക്കെ തീർച്ചയായും നമ്മളെ ഈ നിലയിലെത്തിക്കാൻ വേണ്ടി നടത്തിയ ഒരു സമൃദ്ധമായ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക. അതുകൊണ്ടാണ് ഈ കുടുംബത്തിന് എല്ലാ മേഖലകളിലും അതിൻ്റെതായിട്ടുള്ള ഔന്നിത്യം കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ ബഹുമാനപ്പെട്ട പുരോഹിതന്മാരുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. ഞാൻ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എൻ്റെ കടമയിലേക്ക് ഞാൻ വരികയാണ്. അസ്ഥികൾ പൂക്കുന്നതിൻ്റെ പരിമളം കുടുംബയോഗങ്ങളാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. പൊന്നാട അണിയിക്കുന്നത് നമ്മുടെ MM ജേക്കബ് സാറായിരിക്കും. അദ്ദേഹമാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനപ്പെട്ട നേതാവ്. UT K ജോസഫിനെ, സദാഭിഷിക്തനായ MM ജേക്കബ്, സദാഭിഷിക്തനായ UT K ജോസഫിനെ പൊന്നാട അണിയിക്കുന്നത്. അങ്ങോട്ട് കയറി നിൽക്കും. അസീതിയുടെ നിറവിൽ എത്തിയിരിക്കുന്ന ശ്രീ TJ ജോസഫ് നമ്മുടെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ശ്രീ MM ജേക്കബ് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതാണ്. പിന്നെ മുല്ലൂർ അഭിലാഷൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. പഞ്ചായത്ത് കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഓടിപ്പോന്നതാണ്. അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നത്. പിന്നെ നമ്മുടെ RDO ആയിരിക്കുന്ന ഡേവിച്ചൻ നമുക്ക് ഏവർക്കും സുപരിചിതനാണ്. നമ്മളെ എപ്പോഴും സ്വന്തം സഹോദരങ്ങളെ പോലെ കണക്കാക്കി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ പൊന്നാട അണിയിക്കാൻ ശ്രമിക്കും.
കരൂർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ക്ലാരിസ് പാത്തോട്ടത്തിന് പൊന്നാട സ്വീകരിക്കാനായിട്ട് ക്ഷണിച്ചു. നമ്മുടെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ഫിലോമിന ജോസ് പൊന്നാട സ്വീകരിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഫിലോമിന ജോസ് ഇപ്പോഴത്തെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയാണ്. അവർ നേരത്തെ അവരുടെ ഭർത്താവ് പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആയിരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി ഒരു പെണ്ണ്, ഒരു വനിത പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇവരാണ്. മറ്റേ ക്ലാരിസ് എന്ന് പറയപ്പെടുന്നത് മുല്ലൂർ കുടുംബത്തിലെ നമ്മുടെ അഭിരാച്ചൻ്റെ പെങ്ങളാണ്. അവരെ കെട്ടിച്ചു വിട്ടത് പ്ലാത്തോട്ടം കുടുംബത്തിലാണ്. കരൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. ഇനി ആൻസമ്മ മരഞ്ഞാട്ടുപള്ളി പഞ്ചായത്ത് ബാങ്കിന്റെ ഡയറക്ടർ തിരഞ്ഞെടുക്കപ്പെട്ട ആൻസമ്മ. പറയുന്നില്ല, നമ്മൾ കെട്ടിച്ചുവിട്ട പെണ്ണൊക്കെ സാധാരണ ഒന്നും കൊടുക്കാറുള്ളതല്ല. എങ്കിലും ഇത്തവണ അഭിലാഷന്റെ പ്രത്യേകമായ ഒരു താല്പര്യവും അഭിപ്രായവും അനുസരിച്ചാണ് അങ്ങനെ